ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നത്. പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. കഴിഞ്ഞ ദിവസമാണ് ഈ ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണ റിപ്പോർട്ട് വേണമെന്ന് കോടതി ആവശ്യപ്പെട്ടത്. അത് അടക്കമുള്ള വിഷയങ്ങളാണ് ഇന്നിപ്പോൾ കോടതി പരിഗണിച്ചതായി അറിയുന്നത്. അതിനപ്പുറത്തേക്കുള്ള നടപടികളിലേക്ക് ഇപ്പോൾ ഹൈക്കോടതി കടന്നിരിക്കുകയാണ്. പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചിരിക്കുന്നു ഹൈക്കോടതി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യത്തിൽ സുപ്രധാനമായ ഒരു നിയമ ഇടപെടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ മാത്രമാണ്, നടപടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. ഈ ഘട്ടത്തിലാണ് ഹൈക്കോടതി ഈ വിഷയം പരിഗണിച്ചത്, അതിൽ സമ്പൂർണ്ണമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. അവിടെയാണിപ്പോൾ കൂടുതൽ നടപടികളിലേക്ക് ഹൈക്കോടതി കടന്നിരിക്കുന്നത്. പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുന്നു. ബെഞ്ചിൽ വനിതാ ജഡ്ജിയും ഉണ്ടാകും. എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകാൻ ചേരുന്നു. ശ്രീകാന്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഏറ്റവും സുപ്രധാനമായ വിവരം വേണു ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വരുന്നു. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ തുടർന്നു വരുന്ന കേസുകൾ പരിഗണിക്കുന്നതിന് വേണ്ടി പുതിയ ബെഞ്ച് രൂപീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഹൈക്കോടതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിൽ വനിതാ ജഡ്ജി കൂടി ഉൾപ്പെടുന്നതായിരിക്കും പുതിയ ബെഞ്ച്. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കേസുകളും ഇനിയിപ്പോൾ പരിഗണിക്കാൻ പോകുന്നത് പുതിയ ബെഞ്ചായിരിക്കും. സജിമോൻ പാറയിൽ കൊടുത്ത അപ്പീൽ അത് പരിഗണിക്കുന്നതിനിടെയാണ് ഹൈക്കോടതിയിൽ നിന്നും ഇത്തരത്തിലൊരു നിർദ്ദേശം വരികയുണ്ടായത്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ രൂക്ഷമായ പ്രതികരണങ്ങൾ ഇതിനോടകം തന്നെ, വെളിപ്പെടുത്തലുകൾ ഇതിനോടകം തന്നെ പല ഇരകളുടെയും ഭാഗത്തു നിന്നും വന്നു. ഇതിൽ ജാമ്യാപേക്ഷകൾ, മുൻകൂർ ജാമ്യാപേക്ഷകളെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുകയുമാണ്. ഈ പശ്ചാത്തലത്തിലാണ് നിലവിലിപ്പോൾ ഹൈക്കോടതിയിൽ ഇത്തരത്തിലൊരു തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വന്നത്. ഈ കേസുകൾ മുഴുവനും ഒരു ബെഞ്ചിലേക്ക് വരും. ആ ബെഞ്ച് വനിതാ ജഡ്ജി കൂടി ഉൾപ്പെട്ട ബെഞ്ചായിരിക്കും ഈ കേസുകളെല്ലാം തന്നെ പരിഗണിക്കപ്പെടാൻ പോകുന്നത്. നേരത്തെ സർക്കാർ ഒരു തീരുമാനമെടുത്തിരുന്നു. അതായത് കോടതി മുൻപാകെ ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണരൂപം, ആ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സമർപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. ആ റിപ്പോർട്ടിൽ മൊഴികൾ, അതോടൊപ്പം തെളിവുകളെല്ലാം തന്നെ ഉണ്ടാകും. ഈ പെൻഡ്രൈവിൽ കോപ്പി ചെയ്ത വീഡിയോ എവിഡൻസ് അടക്കം ഉണ്ടാകും. ഇതെല്ലാം ഇനി പരിഗണിക്കാൻ പോകുന്നത് ഈ പ്രത്യേകമായി രൂപീകരിക്കുന്ന കോടതിയായിരിക്കും. എന്തായാലും ഏറ്റവും സുപ്രധാനമായ തീരുമാനം ഹൈക്കോടതിയിൽ നിന്നും വന്നിരിക്കുന്നു. വേണു, ശ്രീകാന്ത്, ആര് കേസുമായി വരുമെന്നാണ് കോടതി കരുതുന്നത്? ശ്രീകാന്ത്, ചോദ്യം കേട്ടോ? ആര് കേസുമായി വരുമെന്നാണ് കോടതി കരുതുന്നത്? വേണു, ഇതിനോടകം തന്നെ ഈ SIT എടുത്ത ചില കേസുകളുണ്ട്. അതിൽ മുൻകൂർ ജാമ്യാപേക്ഷകൾ എത്തിയിട്ടുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. അത് ഒരു പക്ഷേ ഇനി പരിഗണിക്കാൻ പോകുന്നത് ഈ പ്രത്യേക കോടതിയായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഒരു പൊതുതാൽപര്യ ഹർജിയാണ് കോടതിയുടെ മുൻപാകെ നേരത്തെ വന്നത്. അതായത് ഇനി ഒരു പരാതി വരേണ്ട കാര്യമുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഒരു പൊതുതാൽപര്യ ഹർജി വന്നു. ആ ഹർജി ഇനി പരിഗണിക്കാൻ പോകുന്നത്, ആ ഹർജിയിന്മേൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതി വിളിച്ചു വരുത്തിയിരുന്നു. ആ റിപ്പോർട്ട് പരിശോധിക്കാൻ പോകുന്നത് ഈ പ്രത്യേക ബെഞ്ചായിരിക്കും എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും കോടതി പ്രതീക്ഷിക്കുന്ന കാര്യം അതിന്മേൽ നിരവധി പരാതികൾ, വെളിപ്പെടുത്തലുകൾ ഇനിയും ഉണ്ടാകും എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ റിപ്പോർട്ട് കോടതി പരിശോധിക്കും, വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇതിലെ തെളിവുകൾ, ഇതിലെ സാക്ഷിമൊഴികൾ, ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ കോടതി വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. അങ്ങനെ വിധേയമാക്കുന്ന കാര്യങ്ങളിന്മേൽ തുടർ നടപടികൾ എന്ത് വേണം എന്നതടക്കം തീരുമാനിക്കുന്നത് ഈ പ്രത്യേക ബെഞ്ചായിരിക്കും. അതാണ് നിലവിലിപ്പോൾ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഒരു ബെഞ്ച് ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ളത്. ശരി, എസ് വിജയകുമാറും ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട് തത്സമയം. വിജയകുമാർ, ഈ റിപ്പോർട്ട് സർക്കാർ നൽകും, കോടതി അത് പരിശോധിക്കും. പക്ഷേ ഇരകളുടെ സ്വകാര്യത എന്ന വിഷയത്തിൽ ഒരു വലിയ പ്രതിബന്ധം നിൽക്കുന്നതുകൊണ്ട് ഹൈക്കോടതിക്ക് എത്രമാത്രം അതിൽ മുന്നോട്ട് പോകാൻ കഴിയും? വേണു, ഇക്കാര്യത്തിൽ സ്വമേധയാ ഹൈക്കോടതിക്ക് ഈ വിഷയത്തിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കാവുന്നതേ ഉള്ളൂ. ഹൈക്കോടതി ഇപ്പോൾ ഒരു പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചിരിക്കുന്നത് കേവലം ഈ ജാമ്യാപേക്ഷകൾ വരുമ്പോൾ പരിഗണിക്കുന്നതിനോ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് എടുത്ത കേസുകൾ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനോ വേണ്ടിയാകണമെന്നില്ല. കോടതി വളരെ ഗൗരവത്തോടു കൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പരിഗണിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ സൂചനയാണ് അത് പരിഗണിക്കുന്നതിനായി ഒരു പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുന്നത്. നമുക്കറിയാം, സാധാരണ ഹൈക്കോടതിയിൽ പ്രത്യേക ബെഞ്ചുകൾ രൂപീകരിക്കുന്ന ഘട്ടം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് കേസുകൾ, ഇലക്ഷൻ പെറ്റീഷനുകൾ പരിഗണിക്കുന്നതിനായി പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാറുണ്ട്. കാരണം അവിടേക്ക് വരുന്നത് ഒരു കൂട്ടം ഹർജികളാണ്, അത് പരിഗണിക്കുന്നതിന് വേണ്ടിയാണ്. പിന്നീട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ, മൂന്നാർ അടക്കമുള്ള കേസുകൾ വന്ന ഘട്ടത്തിൽ
അത് പരിഗണിക്കുന്നതിനായി പ്രത്യേക ബെഞ്ചുണ്ടായിരുന്നു. ദേവസ്വം കേസുകൾ പരിഗണിക്കുന്നതിനായി പ്രത്യേക ബെഞ്ച് ഹൈക്കോടതിയിലുണ്ട്. അതിനൊക്കെ പ്രത്യേകമായ സവിശേഷമായി വരുന്ന ഹർജികളുടെ സ്വഭാവം അനുസരിച്ചാണ്. പക്ഷേ ഇവിടെ അത്തരം ഹർജികൾ വരുന്നിട്ടില്ല. അത്തരം ഹർജികളുടെ ബാഹുല്യം ഹൈക്കോടതിയിൽ ഇല്ല എങ്കിൽ പോലും ഹൈക്കോടതി ഈ ആദ്യം ചെയ്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം വിളിച്ചു വരുത്തുകയാണ്. സർക്കാർ അത് കൊടുക്കാൻ നിർബന്ധിതരായി. ഇപ്പോൾ കൊടുക്കുന്നു എന്നല്ല പറയുന്നത്, കോടതി ആവശ്യപ്പെട്ടതനുസരിച്ച് കോടതിക്ക് സമർപ്പിക്കണം. അപ്പോൾ അത് വിളിച്ചു വരുത്തുകയാണ് ഹൈക്കോടതി ഇവിടെ ചെയ്യുന്നത്. അതിലെ മുഴുവൻ മൊഴിയും അതിലെ തെളിവുകളും കോടതി വിലയിരുത്തി കോടതി അതിലേക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു പൊതുതാൽപര്യ ഹർജി കോടതിയുടെ മുന്നിലുണ്ട്. കോടതിക്ക് അതിൽ ഏത് അറ്റം വരെയും പോകുന്നതിന് തടസ്സമില്ല. ഒരു ജുഡീഷ്യൽ റിവ്യൂ അതിൽ നടത്താൻ പോവുകയാണ്. തന്നെയുമല്ല, ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയാണ് ജസ്റ്റിസ് കെ ഹേമ. അവരുടെ അധ്യക്ഷതയിലുള്ള ഒരു കമ്മിറ്റിയാണ്. അതൊരു ജുഡീഷ്യൽ കമ്മിറ്റി അല്ല, ഒരു സമിതിയാണ്. എങ്കിൽ പോലും അവർ നൽകിയ റിപ്പോർട്ടാണ്. അതിൻ്റെതായ ഒരു സാങ്ക്ടിറ്റി ഉണ്ട്. തന്നെയുമല്ല, ആ കമ്മിറ്റി തന്നെ പറയുന്നുണ്ട്, ഇന്ത്യയിൽ നിലവിലുള്ള ഒരു നിയമവും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന നിലയിൽ സിനിമാ സെറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ട കേസുകൾ, ക്രൈമുകൾ അവിടെ നടക്കുന്നുണ്ടെന്ന് പുറത്തു വന്ന ആ ഭാഗത്ത് തന്നെ നമ്മൾ കണ്ടതാണ്, നമ്മൾ വായിച്ചതാണ്. അപ്പോൾ അത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണ്. അതിലേതറ്റം വരെയും കോടതിക്ക് പോകാം. അവിടെ ഈ ഇരയുടെ സ്വകാര്യത എന്ന് പറയുമ്പോഴും അതിനപ്പുറത്തേക്ക് അവിടെ നടന്ന ക്രിമിനൽ ആക്ടിവിറ്റീസ്, അവിടെ നടന്ന നിയമലംഘനങ്ങൾ, അതിൽ സ്വമേധയായി ഇടപെടുന്നതിന് മറ്റ് ഏജൻസിക്ക് കേസ് കൈമാറുന്നതടക്കം വിപുലമായ അധികാരം ഹൈക്കോടതിക്കുണ്ട്. അത് ചെയ്യുന്നതിന് നിയമപരമായ തടസ്സവുമില്ല. അത്തരം ഗൗരവമുള്ള വിഷയമാണ്. നമുക്കറിയാം, നിർഭയ കേസുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലവിൽ വന്ന പുതിയ നിയമനിർമ്മാണവുമായി ഒക്കെ കോടതികൾക്ക് ഈ വിഷയത്തിൽ വിപുലമായ അധികാരമുണ്ട്. അത് ഈ വിഷയത്തിൽ കോടതി പരിഗണിക്കാൻ പോകുന്നു എന്നതിൻ്റെ ആദ്യ സൂചനയാണോ ഈ റിപ്പോർട്ട് വിളിച്ചു വരുത്തുന്നതിലൂടെ കോടതി ഉദ്ദേശിച്ചതെന്ന് നമ്മൾ അന്ന് വിലയിരുത്തിയതാണ്. ഇപ്പോഴിതാ അതിൻ്റെ രണ്ടാം ഘട്ടമായി അത് പരിഗണിക്കുന്നതിനായി ഒരു പ്രത്യേക ബെഞ്ച്, ഒരു വനിതാ ജഡ്ജി ഉൾപ്പെട്ട ഒരു പ്രത്യേക ബെഞ്ച് തന്നെ വരാൻ പോകുന്നു എന്നത് അത് ഈ വിഷയത്തിൽ കോടതിയുടെ ഒരു സ്വമേധയായുള്ള ഇടപെടലിന് വഴിയൊരുങ്ങുന്നു എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. അപ്പോൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ, കഴിഞ്ഞ ദിവസം സംവിധായകൻ രഞ്ജിത്തിനെതിരായ കേസ് നമ്മൾ കണ്ടതാണ്. ജാമ്യം കിട്ടാവുന്ന കേസുകളല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് കോടതിയെ തീർപ്പാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്തരം കേസുകൾക്ക് അപ്പുറത്തേക്ക് ഒരു കാര്യം കൂടി ഉള്ളത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഒരു തരത്തിലുള്ള അന്വേഷണത്തിനും സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിന് പിന്നിൽ അതിനുശേഷം പുറത്തു വന്ന ചില വെളിപ്പെടുത്തലുകളിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്ത് ചെയ്യണമെന്ന് കോടതി തീരുമാനിക്കട്ടെ എന്നാണ് DGP ഈ പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞതെന്നാണ് നമ്മൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിഗണിക്കാൻ പോവുകയാണ്. മറ്റ് ഏജൻസികളൊന്നും അത് പരിഗണിച്ചിട്ടില്ല. അതിലെന്തെങ്കിലും നിയമ നടപടിയോ അന്വേഷണമോ ഉണ്ടായിട്ടില്ല. ഇവിടെ ഇതാദ്യമായി കേരള ഹൈക്കോടതി അത് പരിഗണിക്കുന്നു. അതിനുവേണ്ടി ഒരു പ്രത്യേക ബെഞ്ചിനെ രൂപീകരിക്കുന്നു. അപ്പോൾ ഉറപ്പായും ഗൗരവമുള്ള ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതിലെ ഗുരുതരമായ ക്രൈമുകൾ സംബന്ധിച്ച് കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതിൻ്റെ തുടക്കം ആകും ഈ പറയുന്ന പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുന്നതിലൂടെ ഹൈക്കോടതി ഉദ്ദേശിക്കുന്നത്. ശരി, എസ് ശ്രീകാന്തും തുടരുന്നുണ്ട്. ശ്രീകാന്ത്, ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുൻപ് ഹൈക്കോടതി പരിഗണിച്ച ഘട്ടത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് AG പറഞ്ഞത് പോക്സോ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ സ്വമേധയാ കേസെടുക്കാൻ കഴിയുകയുള്ളൂ, മറ്റു കാര്യങ്ങളിൽ സാധ്യമല്ല എന്നാണ്. ആ കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് എന്ന ചില നിരീക്ഷണങ്ങൾ കോടതി നടത്തിയിരുന്നു. അപ്പോൾ ഈ പോക്സോ എന്നത് ഒഴിവാക്കിക്കൊണ്ട് മറ്റു കാര്യങ്ങൾ പരാതിക്കാർ ഈ ഹേമ കമ്മിറ്റിയോട് പറഞ്ഞത് തന്നെ അവരുടെ സ്വകാര്യത ഉറപ്പാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിന്മേൽ പിന്നെ ഈ പരാതിക്കാർ സ്വമേധയാ കോടതിയെ സമീപിക്കുമെന്നൊക്കെ കരുതുന്നുണ്ട്. എന്താണ് ഈ പ്രത്യേക ബെഞ്ചിന്റെ പ്രസക്തിയായി കോടതി ചൂണ്ടിക്കാട്ടുന്നത്? വേണു, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ വരുമ്പോൾ അതിന്മേൽ നടപടിയെടുക്കലല്ല ഈ പുതുതായി രൂപീകരിക്കുന്ന ബെഞ്ചിന്റെ പ്രസക്തി. നേരെ മറിച്ച് ഒരു പൊതുതാൽപര്യ ഹർജി അവിടെ വന്നിട്ടുണ്ട്. പായിച്ചിറ നവാസ് എന്ന വ്യക്തിയാണ് ഈ ഹർജി നൽകിയത്. അതിൽ ആവശ്യപ്പെട്ടിരുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും വിളിച്ചു വരുത്തണം എന്നുള്ളതാണ്. ആ റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. ആ റിപ്പോർട്ട് പരിഗണിക്കുന്നതിനും അതിന്മേൽ തുടർ നടപടി എടുക്കുന്നതിനും വേണ്ടിയാണ് ഈ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതാണ്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ അല്ലാത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിലവിലിപ്പോൾ ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് വിധേയമാകാൻ പോകുന്നു, ഒരു ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പക്ഷേ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇതിന്മേലൊരു അന്വേഷണം പോലും വന്നേക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം
പോക്സോ അടക്കം ചില ജാതി അധിക്ഷേപങ്ങളടക്കം ഇതിൽ ഉണ്ട്, സ്വമേധയാ പോലീസ് കേസെടുക്കേണ്ട ചില വിഷയങ്ങളുണ്ട് എന്ന് ഹർജിക്കാരൻ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിലടക്കം ഒരു പക്ഷേ കോടതിക്ക് പോലീസിനോട് നിർദ്ദേശിക്കാം, നിങ്ങൾ ഇതിൽ കേസെടുക്കണം, ഇതിന്മേൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് കോടതിക്ക് നിർദ്ദേശിക്കാം. ആ ഒരു വഴി കൂടി ഇതിൽ ഈ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുന്നതിലൂടെ തെളിഞ്ഞു വരികയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മനസ്സിലാക്കേണ്ടത് കേവലം ഇനി ഏതെങ്കിലും ഒരു പരാതി വന്നതിന് ശേഷം അതിന്മേൽ ആക്ട് ചെയ്യുന്നതിന്, അതിന്മേൽ നടപടിയെടുക്കുന്നതിന് വേണ്ടിയല്ല ഈ കമ്മിറ്റി, അല്ല ഈ പുതിയ ബെഞ്ച്. നേരെ മറിച്ച് പായിച്ചറ നവാസ് നൽകിയിട്ടുള്ള പൊതുതാൽപര്യ ഹർജി അത് സെപ്റ്റംബർ 10 പരിഗണിക്കുമ്പോൾ ഇനി വരാൻ പോകുന്നത് ഈ പുതിയ ബെഞ്ചിന് മുൻപാകെയാണ്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, എന്തൊക്കെയാണ് അതിലെ പ്രസക്തമായ കാര്യങ്ങൾ, അതിൽ എന്തൊക്കെ തുടർ നടപടികൾ സ്വീകരിക്കാം എന്നൊക്കെ ഇനി തീരുമാനിക്കാൻ പോകുന്നത് കോടതിയാണ്. ഒരു ജുഡീഷ്യൽ റിവ്യൂവിന് കളമൊരുങ്ങിയിരിക്കുന്നു. ഒരു കാര്യം ഓർക്കണം വേണു, നേരത്തെ ഈ കേസ് പരിഗണിച്ചപ്പോൾ കോടതി പോലീസിനോട് ആവർത്തിച്ച് ചോദിച്ചതാണ്, നിങ്ങൾക്ക് സ്വമേധയാ ഇതിൽ കേസെടുക്കാവുന്ന ഒന്നും തന്നെ ഇല്ലേ എന്ന് കോടതി ആവർത്തിച്ച് ചോദിച്ചു. അത് AGയോടും ചോദിച്ചിരുന്നു. അഴകുഴമ്പൻ മറുപടി മാത്രമാണ് സർക്കാരിൻ്റെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ആ ഘട്ടത്തിൽ ഉണ്ടായത്. പക്ഷേ 10-ാം തീയതി പ്രത്യേക ബെഞ്ച് ഈ കേസ് പരിഗണനയ്ക്കെടുക്കുമ്പോൾ കൃത്യമായ മറുപടി എന്തായാലും നൽകേണ്ടി വരും. കാരണം ആ ബെഞ്ച് രൂപീകരിക്കുന്നത് തന്നെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ, ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ, തുടർ നടപടികൾ എന്നിവ പരിഗണിക്കുന്നതിന് വേണ്ടിയാണ്. സ്വാഭാവികമായും വലിയ പ്രതിരോധത്തിലേക്ക് ഈ റിപ്പോർട്ടിൽ പേര് വന്നിട്ടുള്ള ആളുകൾ പോകും. സർക്കാർ ഇനി കോടതിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യം മറുപടി നൽകേണ്ടി വരും. 4.5 വർഷം പൂഴ്ത്തിവെച്ചതുപോലെ ഈ റിപ്പോർട്ടിന്മേൽ ഇനിയും പൂഴ്ത്തിവെക്കാൻ സർക്കാരിന് സാധിക്കില്ല. കൃത്യമായ മറുപടി ബെഞ്ചിന് മുൻപാകെ പറയേണ്ടി വരും. തുടർ നടപടികൾ കോടതി നിർദ്ദേശപ്രകാരം എടുക്കേണ്ടി പോലും വന്നേക്കും എന്നുള്ളതാണ് വേണു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീകാന്ത്, സർക്കാർ ഈ ഹേമ കമ്മിറ്റി സമ്പൂർണ്ണ റിപ്പോർട്ട് കോടതിക്ക് കൈമാറിയോ? വേണു, 10-ാം തീയതിയാണ് അന്തിമ സമയം നൽകിയിട്ടുള്ളത്. 9-ാം തീയതിക്ക് മുമ്പ് ഈ റിപ്പോർട്ട് കൈമാറും എന്ന് സർക്കാർ ഇതിനോടകം തന്നെ തത്വത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് എല്ലാത്തരം അന്വേഷണങ്ങളുമായും സഹകരിക്കാൻ തയ്യാറാണ് എന്നൊരു സത്യവാങ്മൂലം കൂടി നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരമൊരു നിയമോപദേശം അഡ്വക്കേറ്റ് ജനറൽ സർക്കാരിന് നൽകിയിട്ടുണ്ട്. ഒരിക്കലും അപ്പീൽ പോകരുത്, അത് നിലനിൽക്കില്ല എന്നും ഈ അന്വേഷണത്തോട് കോടതി എടുക്കുന്ന നടപടികളോട് കോടതിയുടെ നിലപാടിനോട് സഹകരിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ ഇപ്പോഴത്തെ നിർദ്ദേശം. അഡ്വക്കേറ്റ് ജനറലിന്റെ ആ നിർദ്ദേശം സർക്കാർ പാലിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ 9-ാം തീയതിക്ക് മുൻപ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതിയുടെ ഈ പുതിയ ബെഞ്ച് മുൻപാകെ എത്തും. ശരി, എസ് വിജയകുമാർ, സർക്കാരിൻ്റെ ഒരു നിലപാടുണ്ട്, കോടതി പറയട്ടെ എന്ന്. അപ്പോൾ കോടതി കൂടുതൽ കാര്യങ്ങൾ പറയാൻ തീരുമാനിക്കുന്നു എന്നതിൻ്റെ സൂചനയാണോ ഈ പ്രത്യേക ബെഞ്ച്? വേണു, നമ്മൾ കരുതുന്നത് ഇപ്പോഴും കേരള ഹൈക്കോടതി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും വായിക്കുകയോ അതിൻ്റെ പൂർണ്ണരൂപം കോടതിയിൽ എത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ശ്രീകാന്ത് പറഞ്ഞതുപോലെ 10-ാം തീയതിക്ക് മുമ്പ് മിക്കവാറും അത് അടുത്ത ആഴ്ച തിങ്കളാഴ്ചയോ മറ്റോ കോടതിയിൽ എത്തുമെന്നാണ് നേരത്തെ കേട്ടിരുന്നത്. കോടതിയിൽ നൽകുമെന്നാണ് നേരത്തെ കേട്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ 10-ാം തീയതി കോടതി അടുത്ത സിറ്റിങ്ങിന് ഈ വിഷയം പരിഗണിക്കുമ്പോഴേക്കും കോടതി അത് വായിച്ച് കോടതി അത് മനസ്സിലാക്കിയ ശേഷമായിരിക്കും കോടതി ഇനി ഇപ്പോൾ ഈ വിഷയം പരിഗണിക്കുക, പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുന്നത്. അപ്പോഴേക്കും കോടതിക്ക് അക്കാര്യത്തിൽ ഒരു ചിത്രം കോടതിയുടെ മുൻപാകെ ലഭിക്കും. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇനി കോടതിയുടെ ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടാവുക. ഇവിടെ കോടതി സ്വമേധയാ തന്നെ നടപടിയെടുക്കും, കോടതി അതിൽ ചില ഇടപെടലുകൾ നടത്താൻ പോകുന്നു എന്നതിൻ്റെ വളരെ പ്രകടമായ തെളിവാണ് ഇത്തരം ഈ പറയുന്ന ഒരു പ്രത്യേക ബെഞ്ചൊക്കെ രൂപീകരിക്കുക. സാധാരണ ഒരു പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചാൽ ആ പ്രത്യേക ബെഞ്ചിൻ്റെ അധികാര പരിധിയിലേക്ക് കേവലം ഹർജികൾ വരിക മാത്രമല്ല, ആ പ്രത്യേക ബെഞ്ച് പലപ്പോഴും സർക്കാരിന് ഡയറക്ഷൻസ് കൊടുക്കാറാണ് പതിവ്. ഇപ്പോൾ മൂന്നാറിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, മൂന്നാറിൽ കോടതി ഒരു പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച് കഴിഞ്ഞ് പല വിഷയങ്ങളിലായി കോടതി അതിൽ ഇടപെടുകയും കോടതി സർക്കാരിന് നിർദ്ദേശം കൊടുക്കുകയും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസുകൾ എടുക്കുകയും അതിന്മേൽ വിശദീകരണം ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുമ്പോൾ കേവലം ഹർജികൾ പരിഗണിക്കുക, അതിൽ വിധി പറയുക, അതിൽ ഇടപെടൽ നടത്തുക എന്നതിനപ്പുറത്തേക്ക് ആ ബെഞ്ച് സർക്കാരിന് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും കേസുകളുടെ പുരോഗതി ഇപ്പോൾ വേണമെങ്കിൽ ഈ പറയുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടിംഗ് അതിൻ്റെ ചുമതല കൂടി കോടതിക്ക് ഏറ്റെടുക്കാം, കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നടത്താം. അതിനൊക്കെയുള്ള വിപുലമായ അധികാരം കോടതിക്കുണ്ട്. ഈ അന്വേഷണത്തിന് ആകെ മേൽനോട്ടം വഹിക്കാം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ആ റിപ്പോർട്ടിലെ ഉള്ളടക്കത്തിൽ പറയുന്ന ക്രൈമുകൾ കൂടി ഈ SITക്ക് വേണമെങ്കിൽ
കോടതിക്ക് കൈമാറാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആ SITയുടെ പ്രവർത്തനത്തിൽ ഒരു മേൽനോട്ട ചുമതല കോടതിക്ക് ഏറ്റെടുക്കാവുന്നതാണ്. അതല്ലാതെ കോടതിക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സബോർഡിനേറ്റ് ജുഡീഷ്യറിയിലെ ഏതെങ്കിലും ഒരു കോടതിയെ, ഏതെങ്കിലും ഒരു പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ അതിൻ്റെ മേൽനോട്ട ചുമതല ഏൽപ്പിക്കാവുന്നതാണ്. എന്നിട്ട് ആ കോടതിയിൽ നിന്ന് റിപ്പോർട്ട് വിളിച്ചു വരുത്തുകയും അന്വേഷണ പുരോഗതി വിലയിരുത്തുകയും ചെയ്യാം. ഇതുകൂടാതെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഓരോ 2 ആഴ്ച കൂടുമ്പോഴും കോടതിക്ക് വേണമെങ്കിൽ വാങ്ങാം. അങ്ങനെ വിപുലമായ അധികാരം ഈ പറയുന്ന ഈ പ്രത്യേക ബെഞ്ചിന് ഉണ്ടാകും. അത് കോടതിയുടെ മുഴുവൻ അധികാരവും ആ ബെഞ്ചിന് ഉപയോഗിക്കുകയും ചെയ്യാം ഇത്തരം ഘട്ടങ്ങളിൽ. അപ്പോൾ അത് വളരെ ഗൗരവത്തിൽ പരിഗണിക്കുന്നു. ഒരു ഹർജി, ഒരു പൊതുതാൽപര്യ ഹർജി വരുമ്പോൾ അതിന്മേൽ വാദം കേട്ട് വിധി പറയുന്നു എന്നതിനപ്പുറത്തേക്ക് അത്തരം ഹർജികളിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നടത്തേണ്ട ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് ഒരു വനിതാ ജഡ്ജി കൂടി ഉൾപ്പെട്ട ഒരു പ്രത്യേക ബെഞ്ച് വരുന്നു എന്ന് പറയുന്നത് വളരെ ഗൗരവത്തോടെ ജുഡീഷ്യറി ഈ വിഷയത്തെ കാണുന്നു. ഇതിലെ നിയമലംഘനങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ കോടതിക്ക് ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കോടതി അതിനെ കാണുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ കരുതുന്നതിനേക്കാൾ ഗൗരവത്തിലുള്ള ഇടപെടൽ ഒരു പക്ഷേ ഈ പറയുന്ന ഇനി ആരെങ്കിലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിലെ വിവരങ്ങൾ പുറത്തു വരാതെ ഇങ്ങനെ അങ്ങ് പൊയ്ക്കോട്ടെ. ഇപ്പോൾ പലരും പറയുന്നുണ്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏതെങ്കിലും നടപടിയെടുക്കുന്നതിന് വേണ്ടിയല്ല, സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെപ്പറ്റി സർക്കാരിന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള റിപ്പോർട്ടാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പറയുമ്പോഴും സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുന്നുണ്ടായിരുന്നു ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല, ഉള്ളടക്കത്തെ പറ്റി അറിയില്ല. അപ്പോൾ ശരി, അത്തരമൊരു പശ്ചാത്തലത്തിൽ കോടതി അത് പരിശോധിച്ച് അതിൽ ഇടപെടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ കേവലം നയരൂപീകരണം മാത്രമല്ല, അതിലെ ക്രൈം എലിമെന്റിലേക്ക് കോടതി കടക്കാൻ പോകുന്നു. അത് തടയുന്നതിനും അത് ആവർത്തിക്കാതിരിക്കുന്നതിനും വേണ്ടുന്ന നിയമപരമായ നടപടികളിലേക്ക് കോടതി കടക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. ശരി, വിജയകുമാറും ശ്രീകാന്തുമാണ് വിവരങ്ങൾ നൽകിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിക്കും. വനിതാ ജഡ്ജി ഉൾപ്പെടെ ഉള്ള ബെഞ്ചാകും കേസുകൾ പരിഗണിക്കുക.